ജഗതി ശ്രീകുമാറിൻ്റെ ഒരു കഥാപാത്രം പോലീസ് സ്റ്റേഷനിലെ സെല്ലിലകത്താകാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ നമ്മൾ കാണുകയും ഒരുപാട് ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ 34 വർഷം മുമ്പ് പരോളിൽ ഇറങ്ങി മുങ്ങിയ ഒരു കൊലക്കേസ് പ്രതി ജയിലിലെത്തി ജയിൽ സൂപ്രണ്ടിനെ കണ്ട് പറയുകയാണ്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരു പ്രതിയാണ്, ഒരു കൊലക്കേസിലെ പ്രതിയാണ്, ജീവപര്യന്തം തടവുകാരനായിരുന്നു, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ്, പരോളിന് പോയിട്ട് മുങ്ങിയതാണ്, ഒളിവിലായിരുന്നു, ഞാനിതാ തിരിച്ചെത്തിയിരിക്കുന്നു, എന്നെ അറസ്റ്റ് ചെയ്യൂ, എന്നെ ശിഷ്ടകാലം ജയിലിൽ ജീവിക്കാൻ അനുവദിക്കൂ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. സംഭവം നടന്നത് ഉത്തരേന്ത്യയിലോ മറ്റ് സ്റ്റേറ്റുകളിലോ അല്ല, നമ്മുടെ കൊച്ചു കേരളത്തിൽ തിരുവനന്തപുരത്ത് കാട്ടാക്കട എന്ന് പറയുന്ന പ്രകൃതി രമണീയമായ സ്ഥലത്ത് നെട്ടുകാൽത്തേരി എന്ന ഒരു സ്ഥലത്ത് ഒരു തുറന്ന ജയിലുണ്ട്. അതായത് സാധാരണ ജയിലുകളിൽ തടവ് പുള്ളികൾ ഒരല്പം നല്ല നടത്തമൊക്കെയാണ്. നമ്മുടെ മനുഷ്യൻ്റെയൊക്കെ കാര്യം, മനുഷ്യനൊക്കെ അവസാനം നെട്ടുകാൽത്തേരിയിലായിരുന്നു. അവിടെ മികച്ച കൃഷിക്കാരനായിരുന്നു മനുഷ്യൻ. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ നെട്ടുകാൽത്തേരിയിൽ വരുന്നത് അല്പസ്വല്പം സൽസ്വഭാവികളായ സാധുക്കളായ തടവുകാരെയാണ് അങ്ങോട്ടേക്ക് മാറ്റുന്നത്. വേറെ കുഴപ്പക്കാരെ, തുറന്ന ജയിലാണ്, ഓപ്പൺ ജയിലാണ്. അവിടെ നിന്നാണ് 1991 ഫെബ്രുവരി മാസം 11 ഇയാൾ പരോളിന് പോയി. ഇയാളുടെ പേര് ഭാസ്കരൻ എന്നാണ്. ഇടുക്കി നെടുങ്കണ്ടം പ്രകാശ് ഗ്രാമം സ്വദേശിയാണ് ഈ ഭാസ്കരൻ സ്വന്തം പരിചയക്കാർ, ഒരു അടുത്ത സുഹൃത്തിനെയാണ് അങ്ങ് വകവരുത്തി കളഞ്ഞത്. പോലീസ് അറസ്റ്റ് ചെയ്തു, വിചാരണ വന്നു, കുറ്റം ചെയ്തതായി തെളിഞ്ഞു, അവസാനം ജീവപര്യന്തം വിധിച്ചു. ജയിലിലെ നല്ല നടപ്പിനെ തുടർന്ന് നെട്ടുകാൽത്തേരി തുറന്ന ജയിലിലോട്ട് മാറ്റി. അതിനിടെയാണ് പരോൾ ലഭിക്കുന്നത്. 1991 ഫെബ്രുവരി മാസം 11 പരോളിൽ ഇറങ്ങിയ ഭാസ്കരൻ മുങ്ങി, പോലീസിനെ പറ്റിച്ചു, ജയിൽ അധികൃതരെ പറ്റിച്ചു. നേരെ മുങ്ങി എങ്ങോട്ട് പോയി? കാസർഗോഡേക്ക് പോയി എന്ന പോലീസ് അറിയുന്നത് ഇപ്പോഴാണ്, സംഭവം പുറത്തു വരുന്നത് ഇപ്പോഴാണ്. കാസർഗോഡ് ഒളിവിലായിരിക്കെ ഇയാൾ മഞ്ചേശ്വരത്ത് നിന്ന് വിവാഹം കഴിച്ചു, കുടുംബജീവിതം നയിച്ചു. അങ്ങനെ 34 വർഷം കുടുംബജീവിതമൊക്കെ കഴിഞ്ഞപ്പോൾ ഭാസ്കരന് ഒരു മനം മാറ്റം. ഇനി ഞാൻ ജയിലധികൃതരെയൊക്കെ പറ്റിച്ചില്ലേ, പ്രായമായി, വാർദ്ധക്യമായി, ഇനിയിപ്പോൾ ശിഷ്ടകാലം ജയിലിൽ ജീവിക്കാം, കൃഷിയൊക്കെ ചെയ്ത് അവിടെ കഴിഞ്ഞുകൂടാം എന്ന ആഗ്രഹവുമായാണ് പെട്ടിയും പ്രമാണവും ഒക്കെ ആയിട്ട് ജയിലിലെത്തിയത്. ജയിലിലെത്തിയപ്പോൾ ഇയാളുടെ രേഖകൾ പരിശോധിച്ചു. ഇയാൾ പറഞ്ഞതനുസരിച്ച് പരോളിൽ ഇറങ്ങി മുങ്ങിയ പ്രതികളുടെ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ അവിടെ ദാണ്ട കിടക്കുന്നു ഭാസ്കരൻ്റെ പേര്. പ്രകാശ് ഗ്രാമം സ്വദേശി ഭാസ്കരൻ മുങ്ങിയത് ഫെബ്രുവരി 11, 1991. പക്ഷേ തിരിച്ചെത്തിയിട്ടില്ല. ആ ഭാസ്കരൻ തന്നെയാണോ ഈ ഭാസ്കരൻ എന്ന് ഒത്തുനോക്കാൻ പോലീസ് രേഖകളിൽ ഭാസ്കരൻ്റെ ചിത്രങ്ങളില്ല. അതൊരു കനത്ത തിരിച്ചടിയായി. പിന്നീട് ഭാസ്കരൻ്റെ കൈവശമുള്ള രേഖകൾ പരിശോധിക്കാം എന്ന് നോക്കി. ഭാസ്കരൻ്റെ കയ്യിലുള്ളത് ആധാർ കാർഡും മറ്റ് വിവരങ്ങളുമാണ്. ഈ ആധാർ കാർഡിലുള്ള വിലാസമാകട്ടെ കാസർഗോഡ് കടമ്പാർ സ്വദേശി രാമദാസ് എന്നാണ് പേര്. കാസർഗോഡ് കടമ്പാർ സ്വദേശി രാമദാസ്. പോലീസിന് വീണ്ടും ജയിലധികൃതർക്ക് വീണ്ടും കൺഫ്യൂഷൻ. ഇത് ഭാസ്കരൻ തന്നെയാണോ? ഭാസ്കരനാണെന്ന് പറഞ്ഞ് പിടിച്ച് ജയിലിലിട്ടാൽ ഇത് ഭാസ്കരൻ അല്ലെങ്കിൽ എന്ത് ചെയ്യും? യഥാർത്ഥ ഭാസ്കരൻ ഒളിവിൽ തന്നെ കഴിയുകയാണെങ്കിലോ? ഇത് ആൾമാറാട്ടമാണോ? അധികൃതർക്ക് ആകെ സംശയമായി. ജയിലധികൃതർ ഉടനെ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി ഭാസ്കരൻ എന്ന രാമദാസിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ പോയി ചോദ്യം ചെയ്തപ്പോഴും രാമദാസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ കാസർഗോഡ് ഒളിവിൽ കഴിയുന്നത് രാമദാസ് എന്ന പേരിലാണ്. അപ്പോഴാണ് ആധാർ കാർഡൊക്കെ വരുന്നത് വർഷം. ആ സമയത്താണ് ഞാൻ ആധാർ കാർഡ് എടുക്കുന്നത്. ആധാർ തുടങ്ങുന്നത് അറിയാമല്ലോ. അപ്പോൾ ആധാർ കാർഡ് സ്വന്തമാക്കി. ആധാർ കാർഡിൽ കാസർഗോഡത്തെ വിലാസം കൊടുത്തു. കുടുംബജീവിതം നയിക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നി. ഞാൻ ജയിൽ അധികൃതരെയും നിയമങ്ങളെയും ലംഘിച്ചാണ് ഒളിവിൽ കഴിഞ്ഞത്. അത് തിരിച്ചറിഞ്ഞ ശേഷമാണ് ഞാൻ വന്ന് കീഴടങ്ങുന്നത് എന്നാണ്. പോലീസും ആ വഴിക്ക് അന്വേഷണം നടത്തുന്നുണ്ട്. അതുപോലെ ജയിൽ അധികൃതരും അന്വേഷിക്കുന്നുണ്ട്. വന്നത് ഭാസ്കരൻ തന്നെയാണോ, അതോ ഭാസ്കരൻ എന്ന പേരിൽ വേറെ ആരെങ്കിലുമാണോ വന്നിരിക്കുന്നതെന്ന് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഭാസ്കരൻ അല്ല, വേറൊരാളാണ് ഭാസ്കരൻ്റെ പേരിൽ വന്നതെങ്കിൽ ഇയാൾക്കെതിരെ ആൾമാറാട്ട കുറ്റം ചുമത്തുമെന്ന് ജയിലധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഭാസ്കരൻ്റെ ഉദ്ദേശം എന്തിനായിരിക്കണം? ശിഷ്ടകാലം ഒളിവിൽ കഴിഞ്ഞു, കുടുംബജീവിതം നയിച്ചു, ശിഷ്ടകാലം ജയിലിൽ കഴിയണമെന്ന് ഭാസ്കരൻ എന്തുകൊണ്ടാണ് ആഗ്രഹിച്ചത്? എന്തുകൊണ്ടാണ് അതിങ്ങനെ ഒരു തീരുമാനമെടുത്തത്? എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടാണോ കാസർഗോഡ് നിന്ന് ഇയാൾ കാട്ടാക്കടയിലേക്ക് വണ്ടി കയറിയത്? എന്നീ കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഫേവറേറ്റ് പാല്. കൊഴുപ്പ് കുറഞ്ഞത് കത്രിന ചേച്ചിക്ക്, കൊഴുപ്പുള്ളത് കിങ്ങിണിക്ക്, ജിമ്മൻ ജോണിക്ക് സ്പെഷ്യൽ പാല്. ഹലോ, ഇന്നോട്ട് ഞങ്ങൾക്കും കൂടെ മിൽമ. മിൽമ പാല് പലതരത്തിലുണ്ടല്ലോ. അതിലേതാ? ഓ, അപ്പൊ നിങ്ങൾക്ക് ചായക്കുള്ള പാല് പ്രൈം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് 5 വേരിയന്റുകളിൽ മിൽമ ഇപ്പോ പുതിയ പാക്കിംഗിൽ. ടോണ്ടായാലോ? അല്ല, പാലേ. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ.